അസ്സലാമു അലൈക്കും. സ്നേഹമുള്ള വിശ്വാസികളെ, പലരും പല ചോദ്യങ്ങൾ ഞാനിടുന്ന ഓഡിയോയുടെ താഴെ പലരും പല വിഷയങ്ങൾ പറയുന്നു. ഓരോ വ്യക്തികളുടെയും ചോദ്യത്തിന് ഉത്തരം പറയാനല്ല ഞാൻ ഈ പരിപാടി ചെയ്യുന്നത്. ആരാണ് സൂഫികൾ, അവരുടെ ജീവിതം എങ്ങനെയാണ്, അവരിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങൾ, അത് അനുഭവിച്ചവരും എല്ലാം ഇവിടെയുണ്ട്. അത്തരം വിഷയങ്ങൾ തെളിവോടുകൂടി പറയുകയാണ്. തെളിവില്ലാത്തൊരു കാര്യം പറഞ്ഞിട്ട് ഒരു ഫലവുമില്ല. ഉള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ പലരും പല തരത്തിൽ, ചിലർ ഫോൺ നമ്പർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടു, എൻ്റെ വിവാഹം നടക്കുന്നില്ല. വേറൊരാൾ ചോദിച്ചു, ചേക്കുട്ടി പാപ്പയെക്കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമായി ജനിക്കുകയും ആ മുസ്ലിമായി ജനിച്ച ഞാൻ പഠിച്ച അറിവ്, ആ അറിവിൽ 6 കാര്യങ്ങളെ വിശ്വസിക്കുക എന്നുള്ളതിൽ ജിന്നിനെ വിശ്വസിക്കാൻ പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പരിശുദ്ധ ഖുർആനിൽ ജിന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അള്ളാഹുവിനെ വിശ്വസിക്കാനും മലക്കിനെ വിശ്വസിക്കാനും അംബിയ മുർസലീങ്ങളെ വിശ്വസിക്കാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പരിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കാൻ പറയുന്നു, അവസാന കാലത്തിൽ വിശ്വസിക്കാൻ പറയുന്നു. അതുപോലെ നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കാൻ പറയുന്നു. ഈ 6 വിശ്വാസങ്ങളാണ് ഒരു മുസൽമാൻ്റേത്. അപ്പം ഈ 6 കാര്യങ്ങളിൽ അള്ളാഹു എന്ന് പറയുന്ന ആ ഒരു പദം, അത് രഹസ്യമാണ്. എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ആരും അള്ളാഹിനെ കാണുന്നില്ല. അതുപോലെ മലക്കുകളെയും ആരും കാണുന്നില്ല. അതുപോലെ കാണാൻ പറ്റുന്ന കാര്യമാണ് അംബിയ മുർസലീങ്ങൾ. അത് നമുക്ക് കാണാൻ കഴിയുന്നതും അറിയാൻ കഴിയുന്നതുമാണ്. പരിശുദ്ധ ഖുർആൻ, അതും നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യമാണ്. അത് നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ അവസാന കാലം എന്ന് പറയുമ്പോൾ 2 രീതിയിൽ അതിനെ ചിന്തിക്കാം. ഒന്ന്, ലോകാവസാനത്തെക്കുറിച്ചും ചിന്തിക്കാം, അതുപോലെ തന്നെ നമ്മുടെ അവസാനത്തെക്കുറിച്ച് ചിന്തിക്കാം. ഞാൻ ഭൂരിഭാഗവും എൻ്റെ അവസാനത്തെക്കുറിച്ചാണ് ചിന്തിക്കാറ്. ലോകാവസാനം റസൂലുള്ളാഹിന്റെ കാലം മുതലേ പറയുന്നുണ്ടെങ്കിലും ഓരോ പ്രവാചകന്മാരും അവരവരുടെ കാലഘട്ടങ്ങളിൽ ജീവിച്ചു പോകുന്ന സന്ദർഭത്തിൽ പ്രളയമായിട്ടും മറ്റതും മറിച്ചതുമായിട്ടൊക്കെ പല സംഭവങ്ങളും കടന്നു പോയിട്ടുണ്ടെങ്കിലും ലോകം മൊത്തത്തിൽ അവസാനിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരമൊരു അറിവിൽ നിന്ന് എനിക്കൊരവസാനമുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിച്ചത്. പിന്നെ നല്ലതും ചീത്തയും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കുക. പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തരണം ചെയ്ത് കടന്നു വന്നപ്പോൾ ചില ആളുകൾ എന്നോട് ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവേശിച്ച് യാത്ര ചെയ്യുമ്പോൾ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കാൻ വിധിക്കപ്പെടുന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ വഴി പോകുന്നതെന്ന്. ആ ചോദ്യത്തിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ശരിയാണ്. കാരണം നമ്മളൊക്കെ പോയിട്ടാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പം ഞാൻ ആലോചിച്ചു, ഖുർആനിൽ മറിയം എന്ന് പറയുന്നൊരു സൂറത്തുണ്ട്. മറിയം ബീവിയുടെ ജീവിത ചരിത്രം എല്ലാവർക്കും അറിയാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം.
വളരെ സൂക്ഷ്മമായി ജീവിക്കുകയും ഒരു പുരുഷനെ പോലും കാണാതെ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതിനിടയിൽ അവരുടെ മുന്നിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെടുന്നു പുരുഷരൂപത്തിൽ. അവർ ഗർഭം ധരിക്കുന്നു. സമൂഹത്തിൻ്റെ മുമ്പിൽ അവർ മാനസികമായി തകരുന്നു. അവർ ഗർഭിണിയാണ്. അവരുടെ ഭർത്താവ് ആരാണെന്ന് ചോദിക്കുന്നു. ആ നാട് വിട്ട് തന്നെ അവർ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് കാലം അവരെ ഒരു അറിയപ്പെടുന്ന ഒരു ചരിത്ര വനിതയാക്കി മാറ്റി മറിയം ബീവി റളിയല്ലാഹു അൻഹ. ആ മഹത്വം അവർക്ക് ലഭിച്ചത് ഇത്രയും വലിയൊരു പരീക്ഷണത്തിൽ അകപ്പെട്ടു പോയി. ആ അകപ്പെട്ടപ്പോൾ തൻ്റെ റബ്ബിനെ, താൻ വിശ്വസിച്ച റബ്ബിനെ ഒരു സംശയവുമില്ലാതെ, ആ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ അവരതിൽ ഈമാനോടുകൂടി ഉറച്ചു നിന്നതുകൊണ്ടാണ് അവർക്ക് ആ പൂർണ്ണതയിലെത്താൻ കഴിഞ്ഞത്. സൂഫി വര്യന്മാരുമായി ഇടപഴകുമ്പോൾ അത്തരം പരീക്ഷണങ്ങൾ പലർക്കും അനുഭവപ്പെടാറുണ്ട്. പലരും അത്തരം അനുഭവങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവർ ഏറ്റവും അധികം പ്രിയപ്പെട്ടത് എന്താണോ അത് നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ വേദനയിലേക്ക് അവർ കടക്കുകയും ഒരുപക്ഷെ അവർ അതിൽ പരാജിതരായിക്കൊണ്ട് അതിൽ നിന്ന് പുറംതിരിഞ്ഞു പോകുന്നൊരവസ്ഥയും ഞാൻ കണ്ടിട്ടുണ്ട്. പരീക്ഷണങ്ങളെ ആർക്കും ഇഷ്ടമല്ല. പരീക്ഷ എഴുതാതെ നമുക്കൊരു വിദ്യാഭ്യാസമില്ല. പുസ്തകങ്ങൾ വായിച്ച് അറിയണമെങ്കിൽ നമുക്കൊരു ഗുരുനാഥൻ വേണം. അക്ഷരങ്ങൾ ആദ്യം തിരിയണമെങ്കിൽ നമുക്കൊരു ഗുരുനാഥൻ നിർബന്ധമാണ്. ഓരോ ഗുരുക്കന്മാരും അവരവരുടെ ഗുരുക്കന്മാരിലൂടെ കിട്ടിയ അറിവുകളാണ് പകർന്നു തന്നു പോകുന്നത്. ആ അറിവിനെ പലതരത്തിലാക്കി മാറ്റിക്കൊണ്ട് പല ചിന്താധാരയിലൂടെ പോകുന്ന പല മതവിഭാഗക്കാരും അതുപോലെ തന്നെ ചില പുത്തൻ വാദികളും അതിനേക്കാളേറെ പരിഹാസികളും ഒക്കെയുള്ള ഒരു രാജ്യത്താണ് നാം ഒക്കെ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു തെളിവോടു കൂടിയുള്ള ഒരു വിഷയം സംസാരിക്കുക എന്നല്ലാതെ തെളിവില്ലാത്ത കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ അതിനെന്താണ് തെളിവെന്ന് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാൻ വലിയ പാടാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് ജീവിക്കുകയും ഈ ലോകത്ത് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരാൻ കാരണക്കാരനായ പ്രവാചക പ്രഭു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം തന്നെ ഇന്ന് ഈ പരിഹാസികൾ എടുത്തിട്ട് അമ്മാനമാടുകയാണ്. അങ്ങനെ ഒരു ലോകത്ത് ഒന്നുമല്ലാത്ത നമ്മളൊക്കെ ഇത്തരം വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ഇത്തരം ആളുകളോട് യുദ്ധം ചെയ്ത് ജയിക്കാനുള്ള മാനസികാവസ്ഥയൊന്നും നമുക്കില്ല. കാരണം സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ വെച്ചാണ് നമുക്ക് ബ്രേക്ക് എന്ന് പറയാൻ പറ്റൂല. മാ യൻദുറൂന ഇല്ലാ സൈഹത്തൻ വാഹിദത്തൻ തഹൂദും വയസിമൂൻ. നമ്മൾ പല വിഷയങ്ങൾക്ക് വേണ്ടി ഓടുകയാണ്. പലർക്കും പല സ്വപ്നങ്ങൾ, പല കാഴ്ചപ്പാടുകൾ, എന്തൊക്കെയോ നേടാൻ വേണ്ടിയിട്ടുള്ള പരാക്രമങ്ങൾ, അതുപോലെ തന്നെ പ്രശ്നങ്ങൾ. എല്ലാത്തിൽ നിന്നും ഒന്ന് ഒഴിഞ്ഞ് സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം ആൾക്കാർ. എങ്കിലും ഓരോ ദിവസവും പുതിയ പുതിയ പ്രശ്നങ്ങൾ കൊണ്ട് അവർ വേട്ടയാടപ്പെടുന്നു, അതിൻ്റെ പരിഹാരം തേടിപ്പോകുന്നു. എങ്കിലും ആ ഓടുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം അവനിവിടെ നിന്ന് തിരിച്ചു പോകാനുള്ളവനുമാണ്. ആ തിരിച്ചു പോകുന്ന വിഷയം അവൻ മറന്നു പോകുന്നു. അവനിക്കറിയാം ഞാൻ മരിക്കുമെന്ന്. എങ്കിൽ മരണത്തെ അവൻ ഓർക്കാറില്ല. അവൻ ജീവിതത്തെക്കുറിച്ചാണ് ഓർക്കുന്നത്. മക്കളെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, അങ്ങനെ പല സ്വപ്നങ്ങളുമായി പല രാജ്യങ്ങളിൽ. ഇവിടെ ഭാര്യയെയും മക്കളെയും ഇട്ടുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ വിവാഹ ജീവിതം കഴിഞ്ഞ് അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന പട്ടാളക്കാർ, അതിനേക്കാളേറെ പോലീസ് ഉദ്യോഗസ്ഥർ, ഇവരൊക്കെ ഒരുപാട് മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചുകൊണ്ട്, കാണുമ്പോൾ പോലീസുകാരനാണെന്ന് പറയാം. എനിക്കുമുണ്ട് കുറച്ച് പോലീസുകാർ, നല്ല സുഹൃത്തുക്കൾ. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ അടുത്തുള്ള സ്റ്റേഷനിൽ ഏതാണ്ട് രാത്രി 1 മണി വരെ
ഞാൻ അദ്ദേഹവുമായിട്ടിരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ ആ പ്രഷർ, അവരനുഭവിക്കുന്ന പ്രഷർ, അവർക്കുണ്ട് മക്കള്, ഭാര്യ, കുടുംബം എല്ലാമുണ്ട്. അവരിൽ നിന്ന് കേട്ട ഓരോ വിഷയങ്ങളും, ഒരു പ്രതിയെ പിടിച്ചു കഴിഞ്ഞാൽ ആ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുന്നത് വരെ അവരുടെ ടെൻഷൻ എന്ന് പറയുന്നത് നിസ്സാരമല്ല. നമ്മൾ പറയും കാക്കിയിട്ട പോലീസുകാരനെയൊക്കെ നമുക്ക് പേടിയാണ്. പക്ഷെ അവരനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ നമ്മളൊന്ന് ആലോചിക്കണം. നമ്മളൊക്കെ അവരെ പരിഹസിക്കും, കളിയാക്കും. അപ്പോൾ ഞാനൊക്കെ ഒരു കാലത്ത് റോഡിലൂടെ പോകുമ്പോൾ ബസ്സൊക്കെ ഇങ്ങനെ അതിവേഗത്തിൽ പോണ കാണുമ്പോൾ ഇതിനൊക്കെ എന്താ മനുഷ്യരെ കൊല്ലോ എന്നൊക്കെ ചോദിക്കും. സത്യത്തിൽ ഷോ കാണിച്ചു ഓടുന്നവർ അല്ല ഞാൻ പറയുന്നത്, അല്ലാതെ വേഗതയിൽ പോകുന്ന ആൾക്കാരുണ്ട്. കാരണം ഇതിനൊരു ടൈം വെച്ചിട്ടുണ്ട്, ഇത്ര ടൈമിനുള്ളിൽ സ്റ്റാൻഡിൽ കയറണം എന്നുള്ള ഒരു വിഷയമുണ്ട്. അതുകൊണ്ട് അവർ ആ ടൈമിൽ അവിടെ എത്താൻ, ഇതിൻ്റെ ഇടയിൽ അങ്ങനെ ബ്ലോക്ക് വന്ന് ആ ടൈമൊക്കെ തെറ്റുകയാണ്. അതുകൊണ്ട് അവർ അതിൻ്റെ വേഗതയിൽ ആ സ്ഥലത്ത് ആ ടൈമിങ്ങിൽ പഞ്ച് ചെയ്യാൻ വേണ്ടി പായുന്ന ബസ്സുകാരെയാണ്. അത് തിരിച്ചറിഞ്ഞതിന് ശേഷം ഇവർ വന്നെ കാണുമ്പോൾ ഞാൻ ഒതുക്കി കൊടുക്കാറാണ് പതിവ്. പണ്ടതല്ല, പണ്ട് നമുക്ക് കാണുമ്പോൾ ദേഷ്യം വരും. അങ്ങനെ ഓരോന്നിനെക്കുറിച്ചും നമ്മൾ അറിയാൻ ശ്രമിക്കുമ്പോൾ നമുക്കൊന്നിനോടും ദേഷ്യം തോന്നാൻ പറ്റില്ല. കാരണം എല്ലാവരും ഓടുന്നത് ഓരോരോ പ്രഷറിലാണ്. ആ ഡിപ്രഷനിലാണ് ഓരോ പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളതൊക്കെ തിരിച്ചറിയാതെ വേഗം ചെന്ന് പരിഹസിക്കാൻ നിൽക്കുമ്പോൾ ഓരോരുത്തരും അവരവരെ ഏൽപ്പിച്ച ഡ്യൂട്ടികളാണ് ചെയ്യുന്നത്. ഇപ്പം ഞാനൊക്കെ ഈ ഇലക്ഷൻ സമയത്ത് നാഗൂരിലേക്ക് പോകുമ്പോൾ രാത്രിയിൽ വണ്ടി തടഞ്ഞു നിർത്തി നമ്മുടെ ബാഗൊക്കെ തുറന്ന് പരിശോധിക്കുകയാണ്. നമ്മുടെ ബനിയനും ഷർട്ടും ഷഡ്ഡി വരെയും അവരെടുത്ത് നോക്കും. നമുക്ക് കാണുമ്പോൾ വല്ലാത്തൊരു പ്രയാസം തോന്നുമെങ്കിലും അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡ്യൂട്ടിയാണ്. പക്ഷെ അല്ലാതെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ സമയം കളയലാണ്. നമുക്കറിയാം നമ്മൾ ക്ലീൻ ആണെന്ന്, പക്ഷേ അവരുടെ കാഴ്ചപ്പാടിൽ അവരെ ചെയ്യേണ്ട ജോലി അവർ ചെയ്തേ പറ്റുള്ളൂ, അതിന് നിന്ന് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ വ്യക്തികൾക്കും ഏൽപ്പിക്കപ്പെട്ട ഡ്യൂട്ടിയിലേക്ക് കടക്കുമ്പോൾ അനുഭവിക്കുന്ന മാനസികപരമായ സംഘർഷങ്ങളെ നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് തർക്കമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഓരോ അനുഭവങ്ങൾ കൊണ്ടാണ് ഓരോരുത്തരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതറിയാത്തവരാണ് പ്രതികരിക്കുന്നതും പ്രശ്നമുണ്ടാക്കുന്നതുമെല്ലാം. ചില ബസ്സുകൾ പോകുമ്പോൾ അതിൻ്റെ മുമ്പിൽ കാറ് വന്നുകൊണ്ട് അവനെ കടത്തിവിടാതെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് പോകുന്നതൊക്കെ നമ്മൾ കാണാം. അങ്ങനെ പലതരത്തിലുള്ള സംഭവങ്ങൾ. അതിലെല്ലാവരെയും ന്യായീകരിക്കല്ല. ചിലർ ഷോ കാണിച്ച് ഓടിക്കുന്നവരുണ്ട്, അവരപകടത്തിൽ പെടാറുമുണ്ട്. ജീവിക്കാൻ വേണ്ടി പോകുന്നവൻ അങ്ങനെ പെടാറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും ജീവിക്കാൻ വേണ്ടി ഓടുന്നതിൻ്റെ ഇടയിൽ പ്രതീക്ഷിക്കാതെ വരുന്ന ചില പ്രശ്നങ്ങൾ, ഇപ്പോൾ അർജുനൻ എന്ന് പറയുന്ന വ്യക്തിയെ കാണാതെ ആയിരിക്കുകയാണ്. ലോറി ഒരു മൺകൂനയ്ക്കുള്ളിൽ മറഞ്ഞു എന്ന് പറയുന്നു. അങ്ങനെ പലതരത്തിലുള്ള സംസാരങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിലേക്കൊരു വിഷയം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇദാ സുൽസിലത്തിൽ അർളി സിൽസാലഹ വഅഖ്റജത്തിൽ അർളി അസ്കാലഹ വഖാലൽ ഇൻസാനു മാലഹ. നമ്മുടെ കാലിൻ്റെ ഉറപ്പ് കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയുടെ മുകളിൽ നിൽക്കുന്നത്. ഈ ഭൂമി അതിൻ്റെതായ രൂപത്തിൽ ഒന്ന് ഇളകിയാൽ നമ്മളൊക്കെ ഈയാമ്പാറ്റയെ പോലെ പറക്കേണ്ടവൻ. അപ്പോൾ ഒരു ഉറപ്പുമില്ലാത്ത ഭൂമിക്ക് മുകളിൽ വലിയ ഉറപ്പ് പ്രതീക്ഷിച്ച് നടക്കുന്ന നമ്മളൊക്കെ എത്രയോ വിഡ്ഢികളാണ്. അപ്പം എല്ലാ വസ്തുക്കളും ഒരു അജ്ഞാതമായ ശക്തിയിൽ നിലകൊള്ളുകയാണ്. എവിടെയൊക്കെയോ പാളിച്ചകൾ വരുമ്പോൾ അത് തകർന്നടിയുന്നത് നമുക്ക് കാണാം. ചരിത്രം പരിശോധിക്കുമ്പോൾ ലൂത്ത് നബിയുടെ കാലത്തും അതുപോലെ തന്നെ നൂഹ് നബിയുടെ കാലത്തൊക്കെ ഉണ്ടായ പ്രളയം, ഇന്ന് നമ്മുടെ മുമ്പിലുമുണ്ട് പ്രളയങ്ങൾ പലതരത്തിൽ. ഇത്തരം സന്ദർഭങ്ങളെല്ലാം വന്നു പോകുന്നത് നമ്മുടെ നാട്ടിൽ പരിഹാസികൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. പരിഹാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു ഹരമാണ്. മറ്റുള്ളവരോട് ഒരു കാര്യം പൂർണ്ണമായും കേൾക്കാതെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും അവൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വന്ന ഒരു മറുപടി അവൻ രസത്തോടു കൂടി ഇടാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ അതിൻ്റെ പൂർണ്ണത എന്താണെന്ന് അന്വേഷിക്കാതെയാണ് അവൻ മറുപടി തരുന്നത്. അതിൻ്റെ കാരണം അവനതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല, പഠിക്കാൻ അവനോട്ട് താല്പര്യവുമില്ല. ഇപ്പം ഇതിലൊരാൾ കമൻ്റ് ഇട്ടിരിക്കുന്ന കണ്ടു. അയാൾക്ക് പള്ളിയിൽ പോകാൻ തോന്നുന്നില്ല, നിസ്കരിക്കാൻ തോന്നുന്നില്ല, ഒരുപാട് ടെൻഷനും കാര്യങ്ങളും. എന്നാൽ മൊബൈൽ ഫോണിലിരിക്കുമ്പോൾ അയാൾക്കൊരു കുഴപ്പമില്ല എന്ന് അയാൾ തന്നെ പറയുന്നു. പ്രശ്നം എന്താണെന്നുള്ളത് അയാൾക്ക് തന്നെ അറിയാം. അയാൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് അയാൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം എന്തിനോടാണ് നമുക്ക് ഇഷ്ടം തോന്നുന്നത് അവിടെ നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റും.
അള്ളാഹിനോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പള്ളിയിലും പോയി അടങ്ങിയിരിക്കാൻ പറ്റും. ഭാര്യയോട് ഇഷ്ടം തോന്നിയാൽ ഭാര്യയുടെ അടുത്ത് അടങ്ങിയിരിക്കാൻ പറ്റും. അപ്പം എന്തിനോടാണ് നമുക്ക് ഇഷ്ടം തോന്നുന്നത്? ആ ഇഷ്ടപ്പെട്ട സാധനത്തിൽ അടങ്ങിയിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ട്. അപ്പം നമ്മുടെ ഇഷ്ടം എന്താണെന്നുള്ളത് ആദ്യം പരിശോധിക്കണം. അപ്പോൾ ഈ പ്രശ്നത്തിൻ്റെ ഉത്തരം കിട്ടും. അതേപോലെ തന്നെ മറ്റൊരാൾ ചോദിച്ചു, ചേക്കുട്ടി ഉപ്പാപ്പായെക്കുറിച്ച് പറയാമോ? അതെൻ്റെ വിഷയമല്ല. ഞാൻ പറഞ്ഞല്ലോ, അല്ലീമാനു അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി വൽഖദ്രി ഖൈരി വശർരിഹി മിനല്ലാഹി തആല. 6 കാര്യങ്ങളിൽ വിശ്വസിക്കാനാണ് പറഞ്ഞത്. അതിൽ ജിന്നിനെ വിശ്വസിക്കാൻ പറഞ്ഞിട്ടില്ല, ചേക്കുട്ടി ഉപ്പാപ്പാനെ വിശ്വസിക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ജിന്നിനെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ടെങ്കിൽ ജിന്നിനെ വിശ്വസിക്കാൻ പറയണമായിരുന്നു, അത് പറഞ്ഞിട്ടില്ല. അപ്പോൾ പറയാത്ത കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട കാര്യവുമില്ല. ഉള്ള കാര്യം തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ ഇടയിലാണ് നീ വേറെ വിഷയങ്ങളുടെ പുറകെ പോകുന്നത്. എൻ്റെ വിഷയം ഇതൊന്നുമല്ല. സൂഫിസം, ആത്മീയമായ ധാരയിൽ സഞ്ചരിച്ച 5 വ്യക്തികളെ കാണുകയും അവരുടെ ജീവിതത്തിൻ്റെ ജീവിത രീതി മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളും അവരുടെ പിൻഗാമിയായിക്കൊണ്ട്, അതായത് അവരെ അനുസരിച്ചുകൊണ്ട് അവർ പറഞ്ഞു തന്ന ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള പരീക്ഷണങ്ങളോട് കൂടിയുള്ള പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും തോറ്റുപോകാറുണ്ട്, എങ്കിലും പിടിച്ചു കയറും. കാരണം എന്താ? നമ്മൾ മരിക്കും, അതുറപ്പാണ്. മരിച്ചതിന് ശേഷം ഒന്നുമില്ല എന്ന് പറയുന്നവരുണ്ട്. സ്വർഗമില്ല, നരകമില്ല, അതൊക്കെ വെറുതെ തള്ളുകഥകളാണെന്ന് പറയുന്നവരുണ്ട്. ആയിക്കോട്ടെ, ഇല്ലാത്തതായിക്കോട്ടെ. പക്ഷെ മരണം എന്ന് പറയുന്നത് ഉള്ളതാണ്, അതിൽ യാതൊരു സംശയവുമില്ല. ഇനി മരിച്ച് കഴിയുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോയില്ലേ? അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിച്ച് അങ്ങോട്ട് സൂക്ഷ്മമായി ജീവിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, നമുക്ക് ഇനി വേറെ പ്രശ്നങ്ങളില്ല. പക്ഷെ ഇല്ലാന്നും പറഞ്ഞു പോയിട്ട് അവിടെ ഉണ്ടെങ്കിലോ അതിനുത്തരം കണ്ടെത്താനും പറ്റില്ല. അപ്പോൾ ഉണ്ടെന്ന് കരുതുക, ഉണ്ടെന്ന് കരുതി തന്നെ പോകുമ്പോൾ നമുക്ക് കുറേ നന്മയായിട്ട് തന്നെ ജീവിക്കാനായിട്ട് കഴിയും. പ്രശ്നങ്ങളുണ്ടാവും, പ്രശ്നമില്ലാത്ത ആരാ ഈ ലോകത്തുള്ളത്? അള്ളാഹു തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്, നീ എന്നെ സ്നേഹിച്ചു എന്ന് പറഞ്ഞത് കൊണ്ടിട്ട് ഞാൻ നിന്നെ പരീക്ഷിക്കാതിരിക്കുമെന്ന് നീ കരുതണ്ട. നിന്നെ പരീക്ഷിച്ച് തന്നെ ഞാൻ എടുക്കുള്ളൂ. അതിപ്പോൾ എവിടെ സെലക്ഷന് പോയാലും ഒരു ഇൻ്റർവ്യൂ ഉണ്ടല്ലോ. ഞാൻ വലിയ ഡിഗ്രി എടുത്തതാണ്, എല്ലാം പഠിച്ചതാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവരെ ഇൻ്റർവ്യൂവിൽ സെലക്ഷനാണ്. ഇവരെന്തിനാ ഇങ്ങനെ ചോദിക്കണമെന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു പട്ടാളത്തിൽ ചേരണമെങ്കിൽ തന്നെ എന്തെല്ലാം ത്യാഗമുണ്ട്. സംഗതി മരിക്കാൻ വേണ്ടിയിട്ടുള്ള സെലക്ഷനാണ്. അവിടെ പോയി അതിർത്തിയിൽ കാവൽ നിൽക്കണം, ചിലപ്പോൾ വെടികൊണ്ട് മരിക്കണം, അവനിക്കുണ്ട് കുടുംബം, മക്കളെല്ലാം. പക്ഷെ ആ ഒരു പട്ടാളക്കാരനാകാൻ വേണ്ടിയിട്ട് ആ വ്യക്തി അനുഭവിക്കേണ്ടി വരുന്ന വളരെ ത്യാഗപരമായിട്ടുള്ള അവസ്ഥകളുണ്ട്. ആ പരീക്ഷയിൽ അവർ ജയിച്ചെങ്കിൽ മാത്രമേ അവിടെ അതിർത്തിയിൽ പോയി നിൽക്കാൻ പറ്റുള്ളൂ. എന്നാൽ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാനൊരു പട്ടാളക്കാരനാകാൻ വന്നതല്ലേ, ഇത്തരം പരീക്ഷണങ്ങളൊക്കെ എൻ്റെ നേരെ വിടണത് എന്തിനാണ്? ഞാൻ അവിടെ തോക്കും പിടിച്ച് നിന്നോളാം എന്ന് പറഞ്ഞാൽ അവിടെ എടുക്കുമോ? ഇല്ല. അവരുടെ നിയമപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. അത് എല്ലായിടത്തും ഉണ്ട്. കോപ്പി അടിച്ച് ജയിക്കാൻ ആഗ്രഹിച്ചവരാണ് ഈ പരിഹസിക്കുന്നത്. പക്ഷെ പരിശ്രമിച്ച് ജയിക്കാൻ ശ്രമിക്കുന്നവൻ്റെ മുമ്പിൽ വളരെ ദുർഘടമായ യാത്ര തന്നെയാണുള്ളത്. അപ്പം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ആത്മീയപരമായിട്ടുള്ള, ആത്മാവിനെ ശുദ്ധീകരിക്കുന്ന, അഴുക്ക് വരും അതിനെ ശുദ്ധിയാക്കാനുള്ള അറിവുകൾ നേടുക എന്നുള്ളതാണ്. ഞാനും അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ്. പരാജയപ്പെടും, പിന്നെയും ഒരു കണക്കിനൊക്കെ എഴുന്നേറ്റ് വരും, വീണ്ടും പരാജയപ്പെടും, പിന്നെയും എഴുന്നേറ്റ് വരും. പാമ്പും കോണിയും കളിക്കുന്ന പോലെയാണ്. കയറിയൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു പാമ്പ് വിഴുങ്ങും, താഴെ പോകും, പിന്നെയും പിടിച്ച് കയറി വരും, അടുത്ത പാമ്പ് വിഴുങ്ങും, കയറിപ്പോകും. അങ്ങനെ ഓരോ പാമ്പുകളും. ഈ പാമ്പുകളൊക്കെ നമ്മുടെ വിശ്വാസികൾ തന്നെയാണ്. ഇവരൊക്കെ വളരെ സ്നേഹത്തിലും സൗഹാർദ്ദത്തിലൊക്കെ നിന്നിട്ട് ഈ പരീക്ഷണം അവരെ വന്ന് പിടികൂടുമ്പോൾ അവർക്ക് താങ്ങാൻ പറ്റില്ല. കാരണം അവർ ഭൗതിക ലഹരിയിൽ നിൽക്കുന്നവരാണ്. അവർക്ക് ഭൗതികം, ഭൂമി, സ്വത്ത്, ജീവിതം, സുഖം, അതിൻ്റെ കുറവുകളൊക്കെ അളന്ന് പരിശോധിക്കും. പക്ഷെ ഇവൻ മരിക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് അവൻ ചിന്തിക്കണില്ല, മറന്നുപോയി. അവൻ അതിനുവേണ്ടി മത്സരം നടത്തുന്നവനാണ്. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ അവർക്ക് ദഹിക്കില്ല. അത്തരം പരീക്ഷണങ്ങൾ വരുമ്പോൾ അവർ ഈ പറഞ്ഞ പോലെ എല്ലാം ഇട്ടെറിഞ്ഞിട്ടൊരു ഓട്ടമാണ്. അത്തരം ഓട്ടക്കാരെ ധാരാളം കണ്ടത് കൊണ്ടിട്ടാണ് ഞാൻ എല്ലാത്തിൽ നിന്നും പിന്തിരിഞ്ഞ് മാറിയത്. ഇപ്പോൾ ഞാൻ എന്നെ നന്നാക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ ഇരുന്നപ്പോൾ മനസ്സിൽ തോന്നി, നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ പറയാം. അതില്ലാത്തതല്ല, ഉള്ളതാണ്. അതാരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യവുമില്ല. അഥവാ ബോധ്യപ്പെടാൻ
ആരെങ്കിലും നിർബന്ധമായിട്ട് വന്നാൽ അത്തരം ആളുകൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അപ്പം അതുകൊണ്ട് 6-7 വർഷമായിട്ട് പിന്നീട് ആൾക്കാരുടെ ഇടയിലേക്ക് ഉപദേശം പറഞ്ഞുകൊണ്ട് പോകാൻ നിന്നിട്ടില്ല. വെറുതെ കല്ലേറ് കൊള്ളാൻ ഞാനില്ല. കല്ലേറ് കൊള്ളുമ്പോൾ ഒരാളെങ്കിലും നന്നാകാനുള്ളവനായിരിക്കണം. നന്നാകാനുള്ള മനസ്സോട് തിരിച്ചറിവില്ലാതെ വന്നുകൊണ്ട് തിരിച്ചറിയാനുള്ള ആഗ്രഹത്തോടു കൂടി വരുന്നവൻ്റെ ഒരു ഏറ് കൊണ്ടാൽ നമുക്ക് സന്തോഷം. കാരണം അവനിക്ക് അറിവില്ലാഞ്ഞിട്ട് ചെയ്ത പണിയാണ്. അറിഞ്ഞപ്പോൾ അവൻ തിരുത്തി. ഉമർ റളിയല്ലാഹു അൻഹു റസൂലിനെ വെട്ടാൻ വന്നതാണ്. മനസ്സിലാക്കിയപ്പോൾ തിരിഞ്ഞു. അങ്ങനെയുള്ള ആളുകളെ നമുക്ക് സ്നേഹിക്കാം. അല്ലാതെ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും ഞാൻ നന്നാകൂല എന്ന് ശപഥം എടുത്തു പോയ ആൾക്കാരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഞാൻ വിഷയം പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ ഫോൺ നമ്പർ ചോദിച്ചുകൊണ്ടിരിക്കും, നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതങ്ങനെ നടക്കട്ടെ. അല്ലാഹു തആല നിങ്ങൾക്ക് ഹിദായത്ത് തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സൂഫികളെ കണ്ടെത്താൻ പറ്റും. ഞാനും അങ്ങനെ തന്നെ കണ്ടെത്തിയതാണ്. കാര്യങ്ങൾക്ക് കാരണങ്ങൾ ഉണ്ടാക്കുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യനായി ജീവിക്കാനായി നമ്മൾ പരിശ്രമിക്കുക. എങ്കിലും സാഹചര്യങ്ങൾ നമ്മളെ ചീത്തയാക്കും. എന്നാലും നമ്മൾ തോറ്റുപോകരുത്. തടകുടഞ്ഞ് എഴുന്നേറ്റ് വീണ്ടും യാത്ര തുടരുക. അള്ളാഹു അതിന് പ്രാപ്തി നൽകട്ടെ. കമൻ്റ് ഇട്ടവര് എല്ലാവർക്കും അവരുടെ അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ, അവരുടെ വിഷമങ്ങൾ സത്യസന്ധമാണെങ്കിൽ അതിന് വഴികൾ തുറക്കട്ടെ. അള്ളാഹു നാം ഏവരെയും അവൻ്റെ സ്വാലിഹ്യങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. കാരണം കാഞ്ചീപുരത്ത് 621 കിലോമീറ്റർ യാത്ര ചെയ്ത് വണ്ടി ഓടിച്ച് ഒറ്റയ്ക്ക് പോയി. രാത്രി ഇവിടുന്ന് പുറപ്പെട്ടു. ഞാൻ രാത്രി പുറപ്പെട്ടു. രാത്രി നേരം 3 മണിയായി. വെളുപ്പിന് 3 മണിക്കാണ് ദർഗയിലെത്തുന്നത്. ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ നിന്ന് സിയാറത്തൊക്കെ കഴിഞ്ഞ് ഇറങ്ങി അവിടെ അടുത്തുള്ള ഒരു റൂം എടുത്ത് 1 മണിക്കൂർ അവിടെ കിടന്നുറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് ലാൽപേട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്ന് അവിടുത്തെ ദർഗ കുറേ ഉണ്ട്, അവിടെയൊക്കെ സിയാറത്ത് ചെയ്തു. പിന്നെ അവിടെ നിന്ന് യാത്ര ചെയ്ത് രാത്രിയിൽ തന്നെ വീണ്ടും ഓടിച്ച് നാട്ടിലേക്ക് എത്തി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആകെ 3 മണിക്കൂറേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഉറക്കം പൊതുവെ കുറവാണ്. അപ്പോൾ അള്ളാഹു യാത്രയുടെ ക്ഷീണം, രോഗത്തിൻ്റെ ക്ഷീണമല്ല, യാത്രയുടെ ക്ഷീണം, പിന്നെ പരീക്ഷണങ്ങൾ കൊണ്ടുള്ള മനോവിഷമം, അതൊക്കെ നമുക്കുണ്ടാവും. അള്ളാഹു അതിന് വഴികൾ തുറന്നു തരും. ഓരോ വിഷമങ്ങളിൽ നിന്നും നമ്മളെ കരകയറ്റും. അടുത്ത വിഷമം വരും, അതിൽ നിന്നും കരകയറ്റും. അള്ളാഹു എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അതുകൊണ്ട് അത് മനസ്സിലാക്കി മുന്നോട്ട് നാം ഏവരും ഒരുമിച്ച് യാത്ര ചെയ്യുക. പരിഹസിക്കുന്നവർ അള്ളാഹു നേരായ ബുദ്ധി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. സ്നേഹപൂർവ്വം ഷാജി യൂസഫ്.